ഹലോ. അപ്പോൾ ഞാൻ ദേ വീണ്ടും ഒരു ഉത്സവ സ്ഥലത്താണ് പോകുന്നത്. എൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ കാണുമ്പോഴത്തേക്ക് എല്ലാവരും ചോദിക്കും, നീ ഒരു ഉത്സവം പോലും വെറുതെ വിടില്ലേ എന്ന്. ശരിയാണ് കേട്ടോ. കാരണം വർഷത്തിൽ ഒരിക്കൽ കിട്ടുന്ന ഒരു ചാൻസാണ്, നമ്മൾ മിസ്സാക്കാൻ പാടില്ലല്ലോ. അപ്പോൾ ഞങ്ങളിതേ ഈ പോകുന്നത് പരിയാരം ഫെസ്റ്റ് കാണാൻ വേണ്ടിയിട്ടാണ്. അതും ഫെസ്റ്റിൻ്റെ ലാസ്റ്റ് ഡേ ആണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു ഇത്രയും വർഷത്തിനിടയ്ക്ക് ഞാൻ ആദ്യമായിട്ടാണ് ഫെസ്റ്റ് കാണാൻ പോകുന്നത്, പരിയാരം ഫെസ്റ്റ് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കും, പക്ഷേ അതാണ് സത്യം ഗൈസ്. അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ടും അവളുടെ ചേച്ചിയും എൻ്റെ മോളും കൂടെ ആയിട്ടാണ് ഫെസ്റ്റ് കാണാൻ വേണ്ടി പോയത്. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. പക്ഷേ ഞാൻ വിചാരിച്ചതിനെക്കാട്ടും വേറെ ലെവലായിരുന്നു. അവിടുത്തെ ലൈറ്റും കാര്യങ്ങളും ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പോണ വഴിക്ക് നിറയെ കടകളും ഒക്കെ ഉണ്ടായിരുന്നു. അത് നമ്മൾ ഓരോ ഉത്സവ സ്ഥലത്തും അങ്ങനെയാണല്ലോ. പക്ഷെ എനിക്ക് ഈ ലൈറ്റൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ പോകുന്ന വഴിക്ക് തന്നെ ഈ സൈഡിലായിട്ട് പരിയാരം ബ്രദേഴ്സ് അങ്ങനെ എങ്ങാണ്ടാണ് അവരുടെ വക ഈ DJ മോഡ് പരിപാടി ഉണ്ടായിരുന്നു. സൂപ്പറായിരുന്നു, നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. പക്ഷേ കുറച്ച് നേരത്തേക്ക് മാത്രമേ എൻജോയ്മെൻറ്റ് ഉണ്ടായിരുന്നുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മോക്ക് ഭയങ്കരമായിട്ട് ഉറക്കം വന്നു. പിന്നെ ഉറക്കം വന്നു കഴിഞ്ഞാൽ അവളെ പിടിച്ചാൽ കിട്ടൂല. അവൾക്ക് അതുമായിട്ട് ഒരു കംഫർട്ടായിട്ട് നിൽക്കാൻ തോന്നില്ല. ആദ്യമൊക്കെ കുഴപ്പമില്ലായിരുന്നു, പിന്നെ അവൾക്ക് അതിൻ്റെ സൗണ്ടൊക്കെ കേട്ടപ്പോഴത്തേക്കും പറ്റാണ്ടായി. പിന്നെ ഞാൻ പരിപാടി മതിയാക്കി. പിന്നെ തിരിച്ച് വരുന്ന വഴിക്ക് ഈ ഗാനമേളയൊക്കെ കുറച്ച് നേരമൊക്കെ നിന്ന് കണ്ടിട്ട് തിരിച്ച് വീണ്ടും പോവാണ്. പോകുന്ന വഴിക്കായിരുന്നു ഘോഷയാത്ര വന്നത്. ഇതിന് ഏകദേശം ഒരു 10 മണിയൊക്കെ ആവും, 10 മണി കഴിയും തോന്നുന്നു. അപ്പോൾ നന്നായിട്ട് ബ്ലോക്കും ആയിരുന്നു. അപ്പോൾ ആ ബ്ലോക്കിൽ നിന്നിട്ടാണ് ഈ വീഡിയോസൊക്കെ എടുക്കുന്നത്. എനിക്ക് ഈ സംഭവം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് ഞാനത് ബ്ലോക്ക് ഇല്ലായിരുന്നെങ്കിലും വണ്ടി നിർത്തിയിട്ട് ഞാൻ വീഡിയോ എടുക്കുമായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടപ്പോഴത്തേക്ക് പിന്നെ ബ്ലോക്കൊക്കെ മാറ്റി പതുക്കെ വണ്ടി എടുത്ത് തുടങ്ങി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ ലാസ്റ്റ് ഇന്നെടുത്ത ഫോട്ടോസും കൂടെ ഉണ്ട്. ഇത്രയേ ഉള്ളൂ. ടാറ്റാ.